ഹായ് സ്റ്റുഡൻസ്, ഞാൻ ഡോക്ടർ രമ്യ. നമ്മളിപ്പോൾ ഉള്ളത് ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജിലാണ്. ഓക്കെ, ഇത് 100 ഏക്കറിൽ കിടക്കുന്ന ഒരു ക്യാമ്പസ് ആണ്. 1997 സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമുക്ക് BS നഴ്സിംഗ്, MBBS, അതുപോലെ തന്നെ മാനേജ്മെന്റ് കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, ഫിസിയോതെറാപ്പി എല്ലാം അവൈലബിൾ ആണ്. മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ നിറയെ പേഷ്യൻറ്റിനെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലിനിക്കൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂട്ടാനും നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജിന്റെ അലൈഡ് ഹെൽത്ത് സയൻസിന്റെ ക്ലാസ് റൂമിന്റെ ഫ്രണ്ടിലാണ്. തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് വരുന്നത്. നഴ്സിംഗ് കോളേജ് വരുന്നത് തൊട്ടപ്പുറത്ത് ഒരു ഗ്രീനിഷ് ക്യാമ്പസ് ആണ്. നമ്മളിപ്പോൾ ആ ക്യാമ്പസിലോട്ട് പോവുകയാണ്. അതിന് വിശേഷങ്ങൾ ഞാനിപ്പോൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. നമ്മുടെ ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജിലെ 1-2 സ്റ്റുഡൻസ് ആണ്. നമുക്ക് ഇവരോട് ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കാം. മോളെ പേരെന്തായിരുന്നു? അശ്വതി. വീട് എവിടെയാണ്? പന്തളം. മോളോ? സ്റ്റെഫി. വീട് എവിടെയാ? കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ. ഓക്കെ, നിങ്ങളുടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഞങ്ങൾ BS നഴ്സിംഗ് ഫസ്റ്റ് ഇയർ ആണ്. നിറയെ മലയാളി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോ ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജിൽ? ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഈസ്റ്റ് പോയിന്റ് വന്നതിന് ശേഷം ഈസ്റ്റ് പോയിന്റിന്റെ പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എനിക്ക് തോന്നിയത് പല സ്ഥലത്തു നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ് അല്ലെ? ശരിയാണ്. പുറത്തോട്ട് നമ്മൾ നഴ്സുമാരാകുമ്പോൾ നമുക്ക് IELTS, OET പോലെ അല്ലെ, IELTSനൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ കുറച്ച് നല്ലതായിരിക്കും, എക്സാമുകൾക്കും ഇന്റർവ്യൂക്കിന് അല്ലെ? ഓക്കെ, അപ്പം ടാറ്റ പറയോ? എല്ലാ വർഷവും പ്ലേസ്മെന്റ് നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പ്ലേസ്മെന്റ് കിട്ടിയ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഫോട്ടോ ആണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിൽ അവർക്ക് കിട്ടിയ കമ്പനീസും ഡീറ്റെയിൽസും എല്ലാം ഇത് ഈ ഫ്ലെക്സിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഈസ്റ്റ് പോയിന്റ് ഒരു സ്പെഷ്യാലിറ്റി ആണ്. ഇവിടുത്തെ ഒരു മെയിൻ ഫെസ്റ്റ് ആണ് സംസ്കൃതി എന്ന് പറഞ്ഞിട്ട്. April 24, 25, 26 അതിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഗേൾസ് ഹോസ്റ്റലിലേക്ക് പോകുന്നതിനുള്ള എൻട്രൻസ് ആണ് വരുന്നത്. ഇത് നമ്മുടെ ബോയ്സ് ഹോസ്റ്റലാണ്. നമുക്ക് ഇവിടെ ലോണ്ടറി സൗകര്യമുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രസ്സുകൾ ഇവിടെ കൊടുത്താൽ ഇവർ നമുക്ക് വാഷ് ചെയ്ത് നൽകുന്നതാണ്. നമുക്ക് ഇതിനകത്ത് തന്നെ കാണുന്ന ATM-ഉം അതുപോലെ തന്നെ അമ്പലം ഉണ്ട് അവിടെ. പിന്നെ അതുപോലെ സ്റ്റേഷനറി ഷോപ്പും, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഈ ക്യാമ്പസിനകത്ത് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.